ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ആ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം? അപ്പോൾ ഇതൊരു തീർത്തും ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക, അവരുടെ മുഖം ഓർക്കുക, അവരുടെ പേര് മനസ്സിലേക്ക് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹാർമണി, breakthrough, the miser, consciousness, stress, conditioning, fighting, new vision, change, ordinariness, control, totality, integration, past lives, innocence, silence, the burden, rebirth. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് പോക്ക്. എന്ന് വെച്ചാൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം പോയല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്കിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ എന്തിന്റെ ഭാഗമായിട്ടാണോ കടന്നു മാറി പോയിരിക്കുന്നത്, ആ പോയിരിക്കുന്ന സ്ഥലത്ത് അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവരിപ്പോ ഒരുപാട് ചിന്തിച്ച് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. എത്രയും വേഗം അവിടെ നിന്നൊന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ആ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതും. ഇതുവരെ അവർ നിങ്ങളെ നോക്കിക്കണ്ട രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു പുതിയ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂ വിഷൻ ആണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി ചിന്തിച്ച് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരണം, ഒരു പാർട്ട്ണർഷിപ്പ് എനർജി ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്ന് ആ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കി വരാം. ഹാർമണി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനിപ്പോ അവരായിട്ടാണ് എഫേർട്ട് എടുത്ത് ആ ഒരു തടസ്സങ്ങളെ മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ ബ്രേക്ക് ത്രൂ ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അതേ സ്പീഡിൽ തന്നെ അവരിപ്പോ പാസ്റ്റിലേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു കഴിഞ്ഞു പോയ ദിനങ്ങളിലേക്ക് മാറി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം ഒരു സന്തോഷത്തോടു കൂടിയൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തെ നോക്കി കാണുന്നത്. ഒരു ഭാരം എന്നുള്ള രീതിക്ക് ബേർഡൻ വന്നിട്ടുണ്ട്. വളരെയധികം ഭാരം എന്നുള്ള രീതിക്ക് നിങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയവരാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് താല്പര്യമില്ല, ആവശ്യമില്ല എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ച് ആ ഒരു ഈഗോയുടെ ഭാഗമായിട്ടൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് വളരെ വലിയ രീതിക്ക് തന്നെയാണ് ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇതുവരെ നിന്ന ഒരു കംഫർട്ട് സോണ് അവർക്കൊരു കംഫർട്ട് സോൺ അല്ല എന്നുള്ളതും വളരെയധികം അവരുടെ എനർജിയെ താഴേക്ക് കൊണ്ടുപോകുന്ന
എല്ലാ രീതിക്കുമുള്ള അവർ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് ഇവരിപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുടെ കയ്യില്, അതായത് കുരങ്ങന്റെ കയ്യില് കളിപ്പാവാന്ന് പറഞ്ഞ പോലെ മറ്റൊരു person ആണ് അവരെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്. മറ്റൊരു person എന്ന് പറയുമ്പോൾ അവിടെ emotions, third party situation എന്ന് പറയുമ്പോൾ വ്യക്തികള്, family, emotions എല്ലാം ആകാം. ego ആണ് ഇവരുടെ ഒരു main കാര്യം എന്ന് പറയുന്നത്. അപ്പൊ materialistic ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് വളരെയധികം attracted ആയിട്ട് പോയ ഒരു person തന്നെയാണ് ഇവര്. എന്നാൽ ഇപ്പൊ അവര് മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ അവർക്ക് ജീവിച്ച് മതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു person ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവിനായിട്ട് ആഗ്രഹിക്കുന്നതും നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു relationship ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു person ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ plan ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ emotions നെയും കാര്യങ്ങളെയും എല്ലാം അവരിപ്പോ ഒരുപാട് control ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിനോട് തന്നെ അവർ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫൈറ്റിംഗ്, വഴക്ക്, പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഇവര് നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചൊരു വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. കണ്ടീഷനിങ് വന്നിട്ടുണ്ട്. ഇവരെ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഭയങ്കരമായ ഒരു കണ്ടീഷനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു ടോട്ടാലിറ്റി ആണ് ഇതിൽ കൊണ്ടുവരേണ്ടത്. equal ആയിട്ട് തന്നെ വേണം എല്ലാ കാര്യങ്ങളും share ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു condition ഓ കാര്യങ്ങളോ വെച്ചിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല ഈ ഒരു relationship എന്ന് പറയുന്നത്. ആ ഒരു limitations കാര്യങ്ങൾ ഇതെല്ലാം ഇതിൽ നിന്ന് remove ചെയ്യുമ്പോഴാണ് അതിന് ആ ഒരു ഭംഗി വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു relationship ന്റെ flowering എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ഒരു person ന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ രീതിയിൽ ഇനി effort എടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു integration ആണ് വന്നിരിക്കുന്നത്. വളരെയധികം മനസ്സോടുകൂടി, തുറന്ന ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു innocence ഓടുകൂടി തന്നെ ഇവർ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരിപ്പോ തീർത്തും ഒരു silent ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. silent ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും realize ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർ പോയി നിൽക്കുന്ന സ്ഥലത്ത് അവർ പെട്ടുപോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു stressful energy കേറി വരുമ്പോൾ silent ആണ്. ഇപ്പോഴത്തെ situation ഓട് പൊരുതാനായിട്ടും അവിടെ നിന്നും ഒരു move on ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ടും ഈ ഒരു person ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അവരുടെ career ലേക്ക് ആണെന്നുണ്ടെങ്കിലും അവരുടേതായ ഒരു life ലേക്ക് ആണെന്നുണ്ടെങ്കിലും fully focus ചെയ്യാനായിട്ടൊന്നും സാധിക്കുന്നില്ല. എല്ലാവിധ emotions നെയും control ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ relationship ൽ ഒരു rebirth കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അതിനുള്ള തടസ്സങ്ങൾ ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെല്ലാം സ്വയം തന്നെ ഖേദിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. വളരെയധികം happiness ആയിട്ട് നിങ്ങളുടെ relationship മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു reconciliation നടത്തണം എന്നുള്ള ഒരു goal ആണ് അവരുടെ mind ൽ അവരിപ്പോൾ set ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന ആ ഒരു സ്നേഹം, caring ഇതെല്ലാം ഇനി നിങ്ങൾക്ക് നൽകണം. ആ ഒരു harmony, ആ ഒരു സന്തോഷം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം. വളരെയധികം ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു ബന്ധത്തെ ഇവരിപ്പോൾ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ടും ഒന്നും അവർ ഇതുവരെ നിങ്ങളിലേക്ക് തന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് boundaries വെച്ചിട്ടുണ്ട്. അതുപോലെ emotions പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ചിട്ടില്ല. അതുപോലെ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ cheating ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് again നിങ്ങളെ propose ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ ആ ഒരു mutual understanding ലൂടെ വീണ്ടും ആ ഒരു partnership energy നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഒരു rebirth എന്ന് പറയുമ്പോൾ ordinariness വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു commitment തരിക എന്നൊരു ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. commitment എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു marriage life ലേക്കൊക്കെ ഒരുമിച്ച് പോകാനായിട്ട് ആഗ്രഹിച്ചു നിന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു person അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ life ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. ഒരു സമയത്ത് അവർ നിങ്ങളൊരു ഭാരമാണ് എന്നുള്ള രീതിക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിനാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥനകൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫലം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ priority, നിങ്ങളുടെ ആ ഒരു value ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു priority നൽകി നിങ്ങളുടെ life ലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ life ലേക്ക് തിരികെ കൊണ്ടുപോകണം. ഈ ഒരു mentality യിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് ആ ഒരു connection ഒരു രീതിക്കും പൂർണ്ണമായിട്ടും വിട്ടുകളയാനായിട്ട് ഈ ഒരു person തയ്യാറല്ല. വളരെയധികം ഒരു romantic feel ഒക്കെ ഇവരിൽ വരുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഒരു thoughts ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ relationship ൽ ആ ഒരു shining നിലനിർത്തണം. എന്തെങ്കിലുമൊക്കെ രീതിയിൽ വിള്ളലുകളൊക്കെ വീണ് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിള്ളലുകളെ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഒത്തുചേർത്തുകൊണ്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം. slowing down വന്നിട്ടുണ്ട്. ഇവർ ഇതുവരെ relationship ന്റെ കാര്യത്തിൽ
വലിയ കാര്യമായിട്ട് ആക്ഷൻ എടുക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഇപ്പൊ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ. അതിനകത്ത് ഒരു പേഴ്സൺ ആയിരിക്കും കൂടുതൽ എഫേർട്ട് എടുക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ സമയത്തൊക്കെ ഇവർ ഭയങ്കര എഫേർട്ട് എടുത്ത് റിലേഷൻഷിപ്പിലേക്ക് വന്ന നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോകെ പോകെ ഇവർ വളരെയധികം സ്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു പല പ്രലോഭനങ്ങളിലേക്കും ഇവരുടെ മനസ്സ് വഴിമാറി പോയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചേഞ്ച് ആണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർക്ക് ആ ഒരു ന്യൂ വിഷൻ, ആ ഒരു പുതിയ കാഴ്ചപ്പാട് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി പൂർണ്ണമായിട്ടും ടോട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് നിങ്ങൾ ഇടുന്ന എഫേർട്ട് എത്രത്തോളമാണോ അതുപോലെ തന്നെ ഇവരും ഇടുക. അങ്ങനെ ഒരു ഈക്വൽ ആയിട്ട് ഇടുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. ആ ഒരു ശിവശക്തി സംയോഗം എന്ന് പറയുന്നത് പോലെ ആ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു രണ്ട് half ആയിട്ടുള്ള പോർഷൻ ചേരുമ്പോഴാണ് ആ ഒരു സർക്കിൾ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു പോർഷൻ നിങ്ങൾ ഇടുമ്പോൾ ഈ ഒരു പോർഷൻ ഇവർ തന്നെ ഇടണം. അതും ആത്മാർത്ഥമായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം ഇടുമ്പോഴാണ് അതിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ആ ഒരു ഫ്ലവറിങ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരു അല്പൻ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത മനോഭാവത്തോടു കൂടി ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർ പ്രകടിപ്പിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോലും ഇവർ നടത്താനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നടന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഇനി പ്രശ്നങ്ങൾ നടന്ന് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവരുടെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു കോൺവെർസേഷൻ നടത്തിയിട്ട് പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്ത് പോയവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു ചേസിങ് കാര്യങ്ങളൊക്കെ ഇവർ വല്ലാത്ത രീതിയിൽ ഒരു പുല്ലുവില കൽപ്പിച്ചിട്ട് നിങ്ങൾ അവർക്കൊരു ഭാരമാണ്, ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതിക്ക് നിങ്ങൾ ഒരുപാട് ഇൻസൾട്ട് ഒക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ, ഇൻസൾട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക, അതൊരു ഇൻസൾട്ട് ആണ്. അവഗണിക്കുക. വാക്കുകൾ കൊണ്ട് അവർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഇമോഷൻസ് വെച്ചിട്ട് അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളായതിൽ അവർക്കിപ്പോ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ ഇമോഷൻസിനെ എല്ലാം അവർ കൺട്രോൾ ചെയ്യുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നതിൽ ഒരുപാട് കുറ്റബോധം, ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെയാണ് ഇവർക്കിപ്പോ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഈ ഒരു പേഴ്സൺ തന്നെ വളരെയധികം മെച്യൂർ ആയിട്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ലീഡർഷിപ്പ് എനർജി സ്വയം ഏറ്റെടുത്ത് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ആ ഒരു ചലഞ്ചിങ് ആയിട്ട് തന്നെ ഇത് ഏറ്റെടുത്തിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ബ്രേക്ക് ത്രൂ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യുക. അതല്ല, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ടാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു അവസാനം വരിക. അത് കംപ്ലീറ്റ്ലി ഇവിടെ ഡെത്ത് ആകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ന്യൂ ബിഗിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യൂണിവേഴ്സ് ആയിട്ട് ഒരു പുതിയ അവസരത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കീ എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സമയം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പോർഷൻ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് എഫേർട്ട് എടുത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളുടെ റെസ്റ്റിംഗ് ടൈം ആണ്. നിങ്ങൾ നോക്കിയിരുന്ന് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രേ ചെയ്യുന്ന എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇവരെ ചേസ് ചെയ്ത് നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ കീ ഇനി അവരുടെ കയ്യിലാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളത് ഇവരുടേതായ ഒരു ഓപ്ഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചേഞ്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവത്തിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ വലിയ രീതിക്കുള്ള ഒരു ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എനർജിയിൽ ഈ ഒരു രീതിക്ക് ചേഞ്ച് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവര് മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിന്റെ കയ്യിൽ അവർക്ക് ഇഷ്ടം അനുസരിച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക എന്ന് പറയുന്ന രീതിയിൽ മാത്രം തുള്ളുന്ന ഒരു പാവയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യുകയും
താനൊരു എന്താ പറയാ എല്ലാ രീതിക്കും ഒരു വിഡ്ഢി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടുമാണ് ഇവരുടെ എനർജിയിൽ ഇവരായിട്ട് തന്നെ ആ ഒരു മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു പൊട്ടനായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിൽക്കാനായിട്ട്, ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ അവഗണിച്ചിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണത്തിനോട് ഭയങ്കരമായ ആകർഷണമൊക്കെ വന്നിട്ട് അതിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നല്ല ഒരു 8ന്റെ പണിയൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫാമിലി, തേർഡ് പാർട്ടി എനർജി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പണി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇംഗിതം അനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വെറും പാവയായിരുന്നു താൻ എന്നുള്ളതാണ്. ഇവർക്ക് പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു വ്യക്തിത്വം തന്നെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവരുടേതായ ഒരു ഈഗോ കാര്യങ്ങൾ, നിങ്ങൾക്ക് പോലും ഓരോ കാര്യങ്ങൾക്ക് കണ്ടീഷനിങ്, അതായത് ആ ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത വ്യക്തികളായിരുന്നു അവര്. അപ്പൊ അങ്ങനെയുള്ള അവരെ മറ്റൊരാളെ യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇവർ അറിയുന്ന ആ ഒരു നിമിഷത്തില് ഇവരുടെ വ്യക്തിത്വമാണ് ഇവർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു സിറ്റുവേഷനെ. ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ ഒരു മാറ്റി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. കാരണം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫോർഗീവ്നെസ് നടത്തി ഈ ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ അവരുടെ ഇമോഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. വളരെയധികം ഫൈറ്റ് ചെയ്താണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരോട് തന്നെ അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്തി അവർ വളരെയധികം കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് ഈ ഒരു പേഴ്സൺ അവിടെ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി വളരെയധികം നല്ല രീതിക്ക് തന്നെയാണ് ഇവരിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ അവരുടെ ഇന്നർ സോൾ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു പുതിയ ഉണർവാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീതിപൂർവം ഈ ഒരു ബന്ധത്തിൽ ആ ഒരു റീബർത്ത് സംഭവിക്കാനും ഇതുവരെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്നേഹം, അവരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ വീണ്ടെടുത്തിട്ട് വീണ്ടും ഒരു ഹാപ്പി ആയിട്ട് ആ ഒരു മെമ്മറി എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാസ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഒക്കെ അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിയ എനർജിയാണ്. ആ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സന്തോഷങ്ങള്, മെമ്മറീസ്, ഹാപ്പിനെസ് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകിക്കൊണ്ട് തന്നെ. ഏത് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് അവരിൽ തന്നെ മാനസികപരമായിട്ട് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം നൽകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ദൗത്യമാണത്. അവർ ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നീതിയില്ലായ്മയാണ്. അപ്പൊ ആ ഒരു നീതിയില്ലായ്മ അവർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റൊരാൾക്ക് അവരെ ഇട്ട് തട്ടിക്കളിക്കാനായിട്ട് സാധിച്ചത്. ഇവര് നിങ്ങളെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അവരെ ഇട്ട് തട്ടിക്കളിക്കാനായിട്ട് ശ്രമിച്ച ഈ ഒരു സമയത്താണ് അവർക്ക് ആ ഒരു തിരിച്ചറിവും ഉണർവും എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പൊ നോക്കി കാണുന്നത്. വളരെയധികം പ്രൗഡോടുകൂടി അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവര്. ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയൊക്കെ നിങ്ങളെ എടുത്ത് മാറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മനസ്സുകൊണ്ടുള്ള യഥാർത്ഥമായ സ്നേഹവുമായിട്ട് വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിട്ട് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു മെന്റാലിറ്റി, ആ ഒരു രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എത്രത്തോളം പെയിൻഫുൾ ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച വേദന, നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ്, ഇതിന്റെയൊക്കെ ഡെപ്ത് ഇവരിപ്പോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സമയത്ത് ഇവരിപ്പോ മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്താണ് ആ ഒരു ലോസ് എന്ന് പറയുന്നത് എത്ര പെയിൻഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങൾ പോലെയല്ല ഒരാളുടെ മനസ്സിനെ വിഷമിച്ചിട്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ 1000 മടങ്ങ് വേദനയുള്ള കാര്യമാണ്. അപ്പൊ അത് ഇവര് റിയലൈസ് ചെയ്യുന്നുണ്ട്, ഇവർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി കോൺഷ്യസ്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇവരതൊക്കെ റിയലൈസ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം സൈലന്റ് ആണ്. കാരണം എല്ലാം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് വരില്ല. ആകെപ്പാടെ
ഒരു മരവിച്ച അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രീസിങ് എനർജി ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സെലിബ്രേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സ്നേഹം എല്ലാം നിങ്ങൾക്ക് തന്നെ നൽകണം. അത് മറ്റാരിലേക്കും അല്ല പോവേണ്ടത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം. കാരണം നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഇതുപോലെ ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് മറ്റ് പല സിറ്റുവേഷൻസിൽ ഒന്നായിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒറ്റ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അത്രത്തോളം ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റലി ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സന്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു റീകൺസിലേഷൻ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാനും, ഇതിന് വളരെയധികം ഒരു അലൈൻമെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെങ്ത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അതും എന്നെന്നും നിലനിർത്തുന്ന രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ആ ഒരു ബാക്കിലേക്കുള്ള യാത്ര എന്ന് വെച്ചാൽ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണുന്ന വ്യത്യാസങ്ങൾ. എനർജിയിൽ വന്നിരിക്കുന്ന ആ ഒരു വേരിയേഷൻസിന് കാരണമായിരിക്കുന്നതും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയും കൂടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു രീതിക്ക് ചേഞ്ച് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വേദനിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് കണ്ണുനീര് നിങ്ങൾ ഒഴുക്കിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കണ്ണുനീരിനെല്ലാം തന്നെ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു ഫലം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലൂസ് കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഇവിടെ ക്ലൂസിന്റെ ഒരു ആവശ്യം നമുക്കില്ല. ഈ ഒരു എനർജീസ് വെച്ച് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിക്കാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇന്നത്തെ റീഡിംഗ് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.